അപ്പോൾ ഇന്ന് നമുക്ക് സ്ട്രോബെറി കൊണ്ടൊരു സ്മൂത്തി ആക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്ട്രോബെറീസ് എടുക്കാം. അത് നല്ലതുപോലെ വൃത്തിയാക്കി അതിന് ശേഷം നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തതായി ഇതിന് വേണ്ടത് ഒരു പഴമാണ്. അപ്പോൾ അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു ജ്യൂസറിനകത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മുടെ പഴം അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടി ചേർത്ത് പാലും ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഐസ് ക്യൂബ്സ് നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്മൂത്തി കുറച്ചൊന്ന് ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം തേനോ അല്ലെങ്കിൽ ഷുഗർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഈ സ്മൂത്തിയിൽ ഞാൻ ഷുഗർ അതേപോലെ തന്നെ തേൻ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് അരച്ച് ഉടനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.